ഹലോ ഓൾ, ഇതെൻ്റെ ഫസ്റ്റ് ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. നമുക്കപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഞാനൊരു ഐബ്രോ പെൻസിലെടുത്ത് ഐബ്രോ ഫില്ല് ചെയ്യാണ്. ഇതൊരു സ്വിസ് ബ്യൂട്ടീൻ്റെ ഐബ്രോ പെൻസിലാണ്. ദെൻ നമുക്കൊരു ലിപ്പ് ലൈനർ വെച്ച് ലിപ്പ് ലൈൻ ചെയ്യാം. ഞാൻ പിന്നെ ഓൾറെഡി മോയ്സ്ചറൈസറൊക്കെ ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് വീഡിയോ എടുക്കാൻ തോന്നിയത്. അപ്പോൾ നമുക്ക് ലിപ്പ് ലൈൻ നന്നായി ചെയ്ത് കൊടുക്കാം. ഇന്ന് ലിപ്പ് ലൈൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഞാൻ ലിപ്പ് ഗ്ലോസ് ആണ് ഇടണത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് അടിപൊളിയായിരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യണത്. പിന്നെ എന്ത് ചെയ്യും, നമ്മൾക്ക് ഇനി ലിപ്പ് ഗ്ലോസ് ഇടാം. ലിപ്പ് ഗ്ലോസ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് മെബിലിൻ്റെ ആണ്. ഞാനങ്ങനെ ബ്രാൻഡൊന്നും നോക്കിയിട്ട് എടുക്കണ ആളല്ല, ഭംഗി തോന്നി അപ്പോൾ ഞാൻ എടുക്കും. അത് അങ്ങനെ എടുത്തതാണ്. മെബിലൈൻ്റെ ലിപ്പ് ഗ്ലോസ് ആണത്. അപ്പോൾ നമുക്ക് അത് നന്നായിട്ട് അപ്ലൈ ചെയ്യാം. പിന്നെ മേക്കപ്പ് ഇടുന്ന ആൾക്കാർ ഇത് കണ്ട് ജഡ്ജ് ചെയ്യരുത്. എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ഒരു രീതിയിലാണ് ഇടുന്നത്. കൈ കിട്ടുന്ന സാധനങ്ങളൊക്കെ ഞാൻ ഫസ്റ്റ് ഏതാണ് കൈ കിട്ടുന്നത് അതാണ് ഞാൻ യൂസ് ചെയ്യണത്. പിന്നെ നമ്മളിതേ കണ്ണെഴുതാണ്. ഞാൻ ജസ്റ്റ് വിങ് മാത്രമേ ചെയ്യാറുള്ളൂ. അപ്പോൾ എനിക്ക് അവിടെ വന്ന് എഴുതാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ മിററിൽ പോയി നോക്കി എഴുതി. അത്ര പെർഫെക്റ്റ് ഒന്നും ആയിട്ടില്ല, അതാണ് ഞാൻ പറയണത്. പിന്നെ ബ്ലഷ്, എനിക്ക് ബ്ലഷ് ഭയങ്കര ഇഷ്ടമാണ്. ഇത് ഒരു ബോഡി ഷോപ്പിൻ്റെ ബ്ലഷാണ് ഞാൻ യൂസ് ചെയ്യണത്. ആ ബ്ലഷ് ഇടാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ബ്ലഷ് നല്ല നല്ല റെഡ് ചീക്സൊക്കെ കാണുമ്പോൾ നല്ല രസമല്ലേ. അപ്പോൾ ബ്ലഷൊക്കെ ഇട്ടു. അങ്ങനെ എൻ്റെ മേക്കപ്പൊക്കെ എല്ലാം കഴിഞ്ഞു. ഇത്രയും ഞാൻ ചെയ്യാറുള്ളൂ. ഫൗണ്ടേഷനൊന്നും യൂസ് ചെയ്യാറില്ല. ഈ സാധനങ്ങളൊക്കെയാണ് ഞാൻ യൂസ് ചെയ്യുക. പിന്നെ നമ്മൾ ഇന്ന് ഈ ഡ്രസ്സാണ് ഇടുന്നത്. ബ്ലൂ ടോപ്പ് ആൻഡ് ബ്ലൂ ജീൻസ്, ഒരു സ്ലീവ്ലെസ് ടോപ്പാണിത്. അപ്പോൾ ഞാൻ ഡ്രസ്സൊക്കെ ചെയ്ത് വന്നു. പിന്നെ ഞാൻ എന്നും ഈ മസ്കാര ഒന്നും ഇടാത്ത കാരണം അത് മറന്നുപോയി. പിന്നെ ഞാൻ നോക്കിയപ്പോഴാണ് മസ്കാര ഇട്ടിട്ടില്ല എന്ന് ആലോചിച്ചത്. അപ്പോൾ ഞാൻ മസ്കാര ഇടാണ്. മെബിലൈൻ തന്നെയാണ്. ഞാൻ ഇപ്പോൾ നോക്കിയപ്പോൾ എൻ്റെ മെബിലൈൻ മാത്രമേ ഉള്ളൂ ബ്രാൻഡ്. അങ്ങനെ ഞാൻ മസ്കാര ഇട്ടു. മസ്കാരയൊക്കെ ഇട്ട് കഴിഞ്ഞ് നമ്മളിതേ ഹെയറിലേക്ക് കടന്നു. ഹെയർ എനിക്ക് കെട്ടാനൊന്നും അറിഞ്ഞുകൂടാ സത്യത്തിൽ. ഞാൻ എപ്പോഴും ഫ്രീ ഹെയർ ആണ് ചെയ്യുക, അല്ലെങ്കിൽ പോണിറ്റെയിൽ. അത് രണ്ടുമാണ് എൻ്റെ എപ്പോഴത്തെ ഹെയർ സ്റ്റൈൽ. അല്ലാണ്ട് വേറെ ഒരു ഹെയർ സ്റ്റൈലിൽ ആരും എന്നെ കണ്ടിട്ടുണ്ടാവില്ല. എനിക്കറിയില്ല വേറെ സ്റ്റൈലൊന്നും. അത് ഞാൻ ഫ്രീ ഹെയർ ആണ് ചെയ്തത്. പിന്നെ ഞാൻ പോണിറ്റെയിൽ കിട്ടി. പിന്നെ ഇവിടെ നല്ല ചൂട് തുടങ്ങി. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് വീക്കെൻഡ് പുറത്തേക്ക് പോയാലാണല്ലോ നമ്മൾ ഇപ്പോൾ ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്തത്. അപ്പോൾ നമ്മൾക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം എവിടെയാണ് പോയെന്ന്. ബൈ.